ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ചുമായിട്ട്. നമ്മുടെ കേടികളിലുണ്ട് കേട്ടോ. എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നത്? കുറേ ദിവസം തിരക്കായിരുന്നു വീട്ടിലൊക്കെ. പിന്നെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അതെ, വലിയൊരു കാര്യമാണല്ലോ. അതെ, അപ്പോൾ ഞാൻ അവളെ നോക്കിയൊക്കെ വീട്ടിലൊക്കെ നിൽക്കുവാണ്. അതെ കാര്യം. പിന്നെ ഇടയ്ക്ക് മീൻ പിടിക്കാൻ പോയി. ഇപ്പോൾ ഞാൻ മീനൊക്കെ പിടിച്ച് നല്ല കരിമീനും ചെറുമീനൊക്കെ പിടിച്ച് നല്ല 2 പ്ലേറ്റ് ചോറും കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അണ്ണനെ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഉണ്ട്, എന്തോ അതിലൊരു തിരുത്തുണ്ട്. മറ്റൊരാൾ പിടിക്കും, പുള്ളി വലയിട്ടിട്ട് ഫ്രണ്ട് എത്തുമ്പോൾ കോരിയെടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് പുള്ളി. അതിന്റെ വീഡിയോ നല്ല നമ്മുടെ ചാനലിൽ ഇപ്പോൾ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അണ്ണൻ കണ്ടോ? ഞങ്ങൾക്ക് 2 പേരല്ലേ കൊണ്ടുവന്നില്ലേ? ഞങ്ങൾക്ക് 2 പേരല്ലേ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ്. ലൈവായിട്ട് ഞാൻ പിടിച്ചു തരാം, മതിയോ? ഓക്കെ, പിടിക്കുന്നത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ശരി, നമ്മൾ ടോപ്പിക്ക് മാറി പോകുന്നു. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ചിക്കൻ ടിക്ക ഈറ്റിംഗ് ചലഞ്ചാണ്. ബോൺലെസ് ആണ് കേട്ടോ. ടിക്കയുടെ അർത്ഥം അറിയാം ആർക്കെങ്കിലും? ശരി, ആരല്ല, ടിക്കല്ലേ ഇത്? ടിക്ക ചിക്കൻ ടിക്ക എന്ന് പറഞ്ഞാൽ ടിക്ക എന്ന് പറഞ്ഞാൽ അറിയാൻ ഉറപ്പാണ്? ആണോ? കമ്പി കോർക്കുന്ന ഏതാണെന്ന് തോന്നുന്നു. ഗൈസ്, എനിക്ക് അറിയത്തില്ല, നിങ്ങൾ അറിയുന്നവർ കമന്റ് ചെയ്യുക. ഞാൻ എനിക്ക് സംശയം ടിക്ക എന്തുവാ സംഭവം ആണല്ലേ? കമ്പി കുറക്കുന്നത്. അപ്പൊ അൽഫാമിന്റെ അടുത്ത് എന്തോ? അൽഫാം കോഴി അതേപോലെ നമ്മൾ കോഴിയെ പിടിച്ച് ഫാമിലിട്ടാണ് ഇത് ആദ്യം ഉണ്ടാക്കിയത്. ഫാമിലുണ്ടാക്കുന്ന കോഴി. ഫാമിലി അൽജിത്ത് എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടാക്കിയത്. ബഹുമാനം, നമുക്ക് വേണ്ടി ഭക്ഷണമാവുന്ന കോഴിയോട് അറബിക്കില്ലേ? നല്ലൊരു ബഹുമാനം അതല്ലേ? ഓക്കെ, അപ്പോൾ ബഹുമാന സൂചകമായിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ നിതിനളിയിലുണ്ട്, പിന്നെ കല്യാണപ്പയ്യനുണ്ട്, കല്യാണം കഴിഞ്ഞ നമ്മുടെ ശരത്തൂട്ടനുണ്ട്. പുള്ളി 6:30 ആകുമ്പോൾ കയറും, അതാ കാണാത്തത്. അല്ല, അപ്പോൾ 6:30 വീട്ടിൽ പോയിരിക്കട്ടെ. പോയേക്കാണ്. നല്ല എക്സ്പീരിയൻസ് എടുത്തു പുള്ളിക്ക്. പെട്ടെന്ന് പറയുന്നത് അല്ലേ? കണ്ടോ? ഈ പുള്ളിക്കാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ പുള്ളിയുടെ വീടിനെ മണ്ടൊക്കെ സ്റ്റുഡിയോ അങ്ങോട്ട് താഴോട്ട് കയറിയാൽ മതി. നമ്മളിവിടെ 6 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. പുള്ളിയൊക്കെ വിളിച്ചാൽ കാണാനെങ്കിലും പറ്റും. അങ്ങനെ ടോർച്ചും വേണ്ട, ഒന്നും വേണ്ട, താഴോട്ടിറങ്ങിയാൽ മതി. വട വിട്ട് താഴോട്ടിറങ്ങിയാൽ മതി. അതുകൊണ്ടാണ് ഞങ്ങള്, നിങ്ങളാരും ചിരിക്കണ്ട, പഠിക്കും പോലെ നിങ്ങൾ കേട്ട് പൊള്ളിയൊന്നും വരുത്തൂരില്ല. ഞാൻ എന്നെ ഇതിനെല്ലാത്തിനും വിടുന്ന ഒരു പുള്ളി ഓൺലൈനിലാണ് ഇനിയും പോലെ ചലഞ്ചിലൊക്കെ വലിയ സ്ക്രീൻ പുള്ളിക്ക് ടിക്കറ്റ് റെഡിയാണോ? ബിഗ് ബോസിനൊക്കെ പോലെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ സ്ത്രീ കാണിക്കട്ടോ. അവിടെ ചോറ് അവിടെ പൊറോട്ട ഇറച്ചിയൊക്കെ അവിടെ ഇവിടെ മത്സരിക്കാൻ വീട്ടില്ല, വീട്ടിൽ ലൈവ് ആയിരിക്കും പരിപാടി. ഗൈസ്, അപ്പം 2 മിനിറ്റ് സമയമാണ്. ചിക്കൻ ടിക്ക കഴിക്കണം. സ്പൈസിയാണ് കേട്ടോ. മൊത്തം തീർക്കും. നിങ്ങൾക്ക് ഭീഷണി കേട്ടോ. രണ്ടും പുകയുമില്ല. അപ്പോൾ ഇന്ന് നാക്ക് പുകയും, നാളെ ബാക്കി പുകയും. ഇന്നത്തെ മത്സരത്തിൽ ഗിഫ്റ്റ് ഉണ്ടെന്ന്. പുകച്ചിന് മാറാനുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് നല്ലെണ്ണയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് കേടി, സുബിന്, പ്രവീണ്, നിതിന്, ശരത്തൂട്ടന്. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. എനിക്ക് വൈഫിന്റെ വീട്ടിൽ നിന്ന് പോകണം. എനിക്ക് അവരെ വിടാൻ വേണ്ടി പോകണം വീട്ടിലോട്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കേടി മത്സരിക്കുന്നത് ആദ്യം. അത് ഞാൻ കാണും കേട്ടോ. അത് കണ്ടിട്ടൊന്ന് പുള്ളിക്കൊന്ന് എന്താണ് പോയില്ല, അതിലൊരു എന്താണ് പുള്ളിക്കൊരു ബൂസ്റ്റപ്പ് കൊടുത്തിട്ട് ഞാൻ പൊക്കോണം. ഓക്കെ, ബാക്കിയുള്ളവർക്കും ബൂസ്റ്റപ്പ് നീ കൊടുക്കണം. പോയാലോ ഗൈസ്? അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് മത്സരിക്കാൻ പോകുന്നത് കേടികളിയാണ്. കേടി ഇതൊക്കെ കച്ചമ്പർ കഴിക്കണമെന്നില്ല കേട്ടോ. അത് പുള്ളി അതിന് അഡീഷണൽ ആയിട്ട് ഫൈബർ ഇട്ടേക്കുവാണ്. ഗ്രീൻ സലാഡ്, ചിക്കൻ മാത്രം കഴിച്ചാൽ. ചിക്കൻ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇന്ന് കഴിക്കും ഇത്ര ഉള്ളതെന്നല്ല, വേറെ നമ്മുടെ ഉണ്ട്. ഏകദേശം ഒരു 10-70 പീസോളം ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ഇത് എങ്ങനെ കഴിക്കുമല്ലോ നോക്കിയിട്ട് ഇടാം. അല്ലെങ്കിൽ വേസ്റ്റ് ആവത്തില്ല, അളിച്ച് പിച്ച് ചിന്തിട്ടല്ലേ പ്രശ്നമാവും. അപ്പോൾ പ്രത്യേകം ഞാൻ പറയുന്നത് പറയാനുള്ള വീണെ പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ. പറയാണ്. അപ്പോൾ ഒന്നും വലിയ സംഭവമില്ല. നമ്മൾ മാനുമായിട്ട് തിന്നുക പോവുക, അല്ലാതെ ഞങ്ങൾ കാര്യന്റെ മസാല കാണി തരും. ബാക്കിലും എല്ലാം തേച്ച് ബാക്കിലും ഓർക്കണം നമ്മളെ മറ്റത്തിന് ഇരുത്തു പോയാണ് പാത്രം. അപ്പോൾ തുടങ്ങാം. 2 മിനിറ്റ് സമയം. ശരത്തൂട്ടനും നിതിനളിയും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ റൗണ്ട് ചെയ്യേണ്ട അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ അവർ കയറും. തുടങ്ങാം. 1 2
2 3 ഗോ. അപ്പൊ ബോൺലെസ് ആയിട്ട് ഇഷ്ടം പോലെ കഴിക്കാം. അപ്പൊ ഫസ്റ്റ് പീസ് കഴിച്ചിരിക്കുകയാണ് കേടിയിൽ. ഫസ്റ്റ് പീസ്, രണ്ടാമത്തെ പീസ് ഞെരടിയിരിക്കുകയാണ്. എന്റെ പുള്ളി പിഴിയുമാണ്. എന്റെ പിഴിയൽ സ്ട്രാറ്റജി എടുത്തിരിക്കുകയാണ് പുള്ളി. ഇറക്കാൻ ഇച്ചിരി പാടാണ് എനിക്ക് തോന്നുന്നു. ഒരു 2 മിനിറ്റിൽ 2 വെച്ച് അയക്കാൻ പറ്റും തോന്നുന്നു. എന്തെങ്കിലും പറയാണ്ടോ? പ്രവീണളിയാണ് മെയിൻ. നമ്മളെ തോപ്പിക്കാൻ എതിരെയുള്ള ആളാണ്. പെട്ടെന്ന് കഴിക്കും. എന്ത് പറ്റി കഴിക്കും പെട്ടെന്ന്. 52 സെക്കൻഡ്, 1 മിനിറ്റ് ആകുന്നു. 2 പീസ് കഴിക്കുക. 2 പീസ് 1 മിനിറ്റിൽ 2 പീസുമായി നമ്മുടെ കേടികളിൽ ആയിരിക്കുകയാണ്. 1 മിനിറ്റ്. 3 വെള്ളം 3 പീസ് ആടാ 3 പീസ്. അപ്പൊ 1.5 മിനിറ്റ് ആകുന്നു. 1.5 മിനിറ്റിൽ ഏകദേശം 4 എണ്ണം കഴിഞ്ഞിട്ടില്ല. സലാഡ് കൊണ്ടുവരാം. 3.5 നമ്മള് കൗണ്ട് ഫുള്ള് കഴിക്കാതെ കൗണ്ട് ചെയ്തില്ല. 4ാമത്തെ തീർക്കാൻ പോവാണ്. 1:40 ഫുള്ള് ഇറക്കണം കേട്ടോ. ഇറക്കണേ പാടാണ്. 2 മിനിറ്റ് പോരാ. 3 മിനിറ്റ് ഇറങ്ങണോ വേണ്ടേ? 1:50 ഇറക്കണം. 51 52 53 54 55 56 57 58 59 തീർന്നു. ഞാൻ ഈ ചെറുതുണ്ടാകല്ലോ ഇവിടെ. എന്ത് കഴിക്കുന്നത്? വലുതെല്ലാം വെച്ചം കഴിച്ചാദ്യം. വലിയ പീസല്ലോ കഴിച്ചപ്പോ 4 എണ്ണം കേടി. ഗൈസ്, അപ്പോൾ അടുത്ത മത്സരിക്കാനായിട്ട് വരുന്നത് നമ്മുടെ പ്രവീണളിയാണ്. അപ്പോൾ നമ്മൾ മത്സരത്തേക്ക് പോവാണ്. റെഡി 1 ഇല്ല. ഓക്കെ ടൈം വെച്ചിട്ടില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതാ 1 കടിക്ക് 1 വെള്ളം. ദാഹം ഉണ്ടായിരുന്നില്ലേ? വല്ലാത്ത ദാഹവും വിശപ്പും. 15 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 15 സെക്കൻഡിൽ 1 കടി 2 വെള്ളം 2 ചുമ. 20 സെക്കൻഡ്. 20. പിന്നെയും വെള്ളം കഴിക്കുന്നു, കുടിക്കുന്നു. 30 സെക്കൻഡ്. നാടൻ കള്ളടിക്കുന്ന പോലെയാണ് അടിക്കുന്നത്. അവിടെ വെള്ളം കൂടി മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കവിള് വെള്ളമാണ് പുള്ളി ഇവിടെ കുടിച്ചു തീർക്കുന്നത്. ഇതാ കേട്ടോ മത്സരം. മൂന്നാമത്തെ 1 മിനിറ്റ് ആവുന്നു. 1 മിനിറ്റ് 5 സെക്കൻഡ്. 4ാമത്തെ 1 മിനിറ്റ് 10 സെക്കൻഡ്. എന്തുകൊണ്ട് കാണിക്കുന്നേ? ഏതാണ് മത്സരം? മാറിയോ? 1 മിനിറ്റ് 20 സെക്കൻഡ്. പച്ചവെള്ളം കുടി മത്സരം കണ്ടോ? പറയാൻ പറ്റത്തില്ല. പച്ചമുളക് മിനറൽ വാട്ടർ കുടി മത്സരം. മിനറൽ 30 സെക്കൻഡ്. ഫ്ലോട്ടോ കണ്ടോ? ഫ്ലോട്ട് 40 സെക്കൻഡ്. 5ാമത്തെ ആണ്. പറ്റുണ്ടോ? 5 പീസോ എന്തോന്നു? ഇനി കുപ്പി വെള്ളം തരത്തില്ല. 1 മിനിറ്റ് 50 സെക്കൻഡ്. ഒരു 10 സെക്കൻഡുകൾ മാത്രം. 10 സെക്കൻഡ് ഇറക്കണം. അയ്യോ അന്ന് ഒരെണ്ണം ക്യാൻസൽ. ക്യാൻസൽ ആവും അത് മിക്കവാറും. ഇല്ല കേട്ടോ. ജയിച്ചു കേട്ടോ. പുള്ളി ജയിച്ചു. വെരി ഗുഡ്. സൂപ്പർ. അപ്പൊ എത്ര കഴിച്ചടാ? 6 പീസ് കഴിച്ചിരിക്കുകയാണ്. 6 പീസ് കഴിച്ചില്ല. 5 മൊത്തം 6 പീസ്. ഗൈസ്, അപ്പോൾ അടുത്ത മത്സരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നീതിനാളിയാണ്. അപ്പോൾ നീതിനാളി റെഡി ആയിട്ടിരിപ്പുണ്ട്. ജയിക്കോ? ജയിക്കത്തില്ല. ഓക്കെ, പുള്ളി ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അണ്ണാ ടൈമർ റെഡി അല്ലേ? റെഡി അല്ലേ? മത്സരം തുടങ്ങാൻ പോട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതാ 1 ഉച്ചയൂണിന് വന്ന് ചിക്കൻ പിച്ച് ചീന്തോ പെതുക്കെ. ആസ്വദിക്കുന്നതാ കഴിച്ചോണ്ട്. ആസ്വദിച്ച് വേണം കഴിക്കാൻ. അപ്പുറത്തെ ഹോട്ടലുണ്ട് വിട്ടോ. ഇറങ്ങണമല്ലോ ഇത്. അപ്പൊ പെതുക്കെ തിന്നെ. 30 സെക്കൻഡ് വെള്ളം കുടിക്കുന്നുണ്ടോ? 30 സെക്കൻഡ്. വെരി ഗുഡ്. ഇതാണ് മത്സരം. മാറ്റാൻ ഇതാണ്. 1 മിനിറ്റ് 1 മിനിറ്റ് 1 കിലോ മത്തി. 1 കിലോ മത്തി. 1 മിനിറ്റ് കടിച്ചേ. ഇത് 3 കഴിഞ്ഞു. 4ാമത്തെ എടുക്കാൻ പോകും. 1 മിനിറ്റിൽ 1 കിലോ മത്തി.
1.5 കിലോ 100 ഫുള്ള് തിന്നാനാണ് ഗൈസ് അപ്പം 1.5 മിനിറ്റിൽ 1.5 മിനിറ്റാണ് അഞ്ചാമത്തെ നാലാമത്തെ ഗൈസ് അപ്പൊ 1.5 മിനിറ്റ് നാലാമത്തെ പീസ് കഴിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ 1.5 മിനിറ്റ് ആയിരുന്നു കേട്ടോ. അണ്ണാ പറ്റും കഴി പറ്റും. പിള്ളേർക്ക് കഴിഞ്ഞാൽ 4 കഴിയണ കൊണ്ട് കഴിച്ചോണ്ട് പറ്റും വെള്ളം കുടിച്ചെണ്ണ കഴിയണ കുടിയണ്ണ വലിയണ്ണ കുടിയണ്ണ കുടി കഴി 56 അപ്പം ഗൈസ് അപ്പം 4 എണ്ണം കഴിച്ചിരിക്കുവാണ് പുള്ളി. 4 എണ്ണം കഴിക്കുമായിരുന്നു, പക്ഷെ പറ്റുമായിരുന്നു കേട്ടോ. അപ്പം പറ്റുമായിരുന്നു കഴിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ കുറച്ച് കട്ടി ഉള്ളതുകൊണ്ട് അല്ലേ. ഗൈസ് അപ്പൊ അടുത്തായിട്ട് മത്സരിക്കാൻ പോകുന്നത് പിഷാരടിയാണ്. അപ്പൊ തന്നെ ശരത്തനാണ്. ഇടിച്ച് തുപ്പിക്കാത്. തുടങ്ങുന്നതിന് മുമ്പേ അങ്ങ് തീറ്റയും റെഡി 1 2 3 സ്റ്റാർട്ട്. ആവശ്യം ഉണ്ടായിരുന്നു വന്നിരുന്ന് ഹോട്ടലിൽ വന്നിരുന്ന് കഴിക്കാൻ. മത്സരം നീ അണ്ണൻ വർത്താനം പറയാൻ കേട്ടോ. ശരത്തണ്ണന്റെ നല്ല എരിയുണ്ട്, നല്ല കട്ടിയുണ്ട്. കൈസപ്പത്തെ നമ്മുടെ ശരത്തനാണ് മത്സരിക്കുന്നുണ്ട്. പുള്ളി അറിയാതെ തുടക്കത്തിലും കഴിച്ച് ഒരു ഫൗള് കിട്ടിയിരിക്കുകയാണ്. ഫൗള് അത് നമ്മുടെ മണവാളനാണ് ഈ ഇത് കഴിക്കുന്നുണ്ട്. മണവാളൻ ചെറുനാടിന് മണവാളൻ ഗൈസപ്പ മണവാളൻ അവിടുന്ന് പറഞ്ഞു. ഗൈസപ്പ നമ്മുടെ മണവാളൻ 2 എണ്ണം അകത്താക്കിയിരിക്കുകയാണ്. എത്ര പീസാണ്? 2 പീസായി കേട്ടോ. പുള്ളി ഭയങ്കര സീനാ കേട്ടോ. ഇത് 3ാമത്തെ പീസാണോ? 3ാമത്തെ പീസും ഒരു കവള് വെള്ളവും കുടിച്ചുകൊണ്ട് 53 സെക്കൻഡ് 55 സെക്കൻഡ്. ഒരു മിനിറ്റ് ഇനിയും ഉണ്ട്. 1 മിനിറ്റ് കൂടെ. ഇതാണ് മത്സരം. ശരത്തണ്ണന്റെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ പ്രവീൺ അളിയനെ തോപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശരത്തളിയൻ നമ്മുടെ പുതുമണവാളൻ ഇതാ ഇരുന്നു കൊണ്ട് നമ്മുടെ ചിക്കൻ ടിക്ക അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. വിരൽ കൊണ്ട് അതിനെ വായിലിട്ട് ചവച്ച് ഒരു കവൾ വെള്ളവും കൂടി കുടിച്ചുകൊണ്ട് അദ്ദേഹം മുഖത്തൊരു എക്സ്പ്രഷൻ ഇട്ട് ഇതാ കഴിക്കുകയാണ് ചിക്കൻ ടിക്ക. ഏത് തൈലം? തൈലം. 4ാമത്തെ പീസ് തീർത്തു. 5ാമത്തെ പീസ്. 5ാമത്തെ എന്തിനാ പിണക്കം? 20 സെക്കൻഡ് കൂടെ. 5ാമത്തെ പീസ്. ശരത്തന പറ്റണോ? 5ാമത്തെ പീസ്. 55 56 57 ശരത്തളിന് 5 പീസ് കഴിച്ചുകൊണ്ട് ഇതാ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ശരത് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ പുള്ളി വന്നോ പറയാ വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് വന്നത് കഴിക്കുന്നില്ല. പക്ഷെ അത് കള്ളമായിരുന്നു. ഫോർമാലിറ്റിക്ക് വേണ്ടി വന്നതാണ്. ഞാൻ കണ്ട ഇത് കണ്ടു അണ്ണാ പുള്ളി ഭയങ്കര ഫോർമാലിറ്റിക്ക് പുള്ളി പറയണേ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നേന്ന്. പക്ഷെ ഞാൻ കണ്ടു സൈഡിൽ കൂടെ തേൻ വലിക്കുന്നു. സൈഡിൽ കൂടെ ഇങ്ങനെ കൊതിയൻ. ഗൈസ് അപ്പൊ അടുത്ത മത്സരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കടൈക്കാട് സൂവിനാണ് ഇപ്പൊ മത്സരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന നമ്മുടെ ശരത്തണ്ണനാണ്. ശരത്തണ്ണനെ കൊട്ടത്തൈലം മേടിച്ചു വെച്ച നല്ലതാണ്. കൈസപ്പം നമ്മുടെ അടുത്ത നമ്മുടെ സുബിനാണ് മത്സരിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതാ കടയ്ക്കേണ്ട തണുത്ത മനുഷ്യൻ. ഇതാ 1 പീസ്. പൊന്നു സുബിനെ എന്തിനാ വേദന സഹിക്കണ? കൊട്ടത്തൈലം വാങ്ങി തേച്ചോളിൻ, വേഗം വേദനകൾ മാറും കേട്ടോളേ. സുബിന കൊട്ടത്തൈലത്തെ മുക്കിയാണ് കഴിക്കുന്നത് കേട്ടോ. എന്തോ കാണിക്കുന്നത് സുബിൻ മയോണൈസ് 30 സെക്കൻഡ് ആവുന്നു. 30 സെക്കൻഡ് ആയി. 30 സെക്കൻഡിൽ 1 2 പീസ്. ഒന്ന് കൊട്ടത്തൈല കഴിക്ക്. സുബിന്റെ മുമ്പിലാ. സുബിന്റെ മുമ്പിലാ.
ചരിത്രം വഴിമാറും. തണുത്ത മനുഷ്യൻ വരുമ്പോൾ തണുത്ത മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഓൾറെഡി തണുത്താണ്ടിരിക്കുന്നത് ഇല്ലേ? കൂൾ മാൻ ഇതാ തണുപ്പിന്റെ മകൻ. ഒരു മിനിറ്റ് 4 പീസ്. നിനക്ക് ജയിക്കാൻ പറ്റിയ അവസരം കേട്ടോ. ഇതേവരെ നീ ജയിച്ചിട്ടുണ്ടോ? ജയിക്കാൻ പറ്റും മോനെ. പറ്റും പറ്റും. 5ാമത്തെ പീസ് 1.5 മിനിറ്റ്. സമയമുണ്ട്, ഇഷ്ടംപോലെ. അല്ലെ നീ കൊട്ടത്തൈരം. 5ാമത്തെ പീസ് ചിക്കൻ ഡിന്നർ അടി. 1.5 മിനിറ്റേ ഉള്ളൂ. 30 സെക്കൻഡ് കൂടെ ഉണ്ട്. 5ാമത്തെ പീസ് ഇല്ല. 5ാമത്തെ പീസ് നടക്കത്തില്ല. 5ാമത്തെ പീസ് കഴിയടാ. പറ്റൂടാ. ഞാൻ വെറുതെ പറഞ്ഞത്. പറ്റും സുബിനെ പറ്റും. 10 സെക്കൻഡ് കൂടെ. 10 സെക്കൻഡ്. 6ാമത്തെ പീസ്. 5 തീർക്ക്. വെള്ളം കുടിച്ചിറക്ക്. 59 60 സ്റ്റോപ്പ്. ഇല്ല ബാബു 5 കഴിച്ചു. ഗൈസ്, അപ്പോൾ ഒരു അടിപൊളി മത്സരമാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. അപ്പം അണ്ണൻ എത്ര കഴിച്ചത്? രണ്ടുപേരും 5 വെച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആരായിരിക്കും ജയിച്ചത്? ഞങ്ങൾ വിധിച്ചെടുക്കത്തോളം. എന്നാലും നിങ്ങൾ കമന്റ് ചെയ്യും ആരായിരിക്കും ജയിച്ചത് അല്ലേ കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യും. ഇവർ 2 പേരും ടൈറ്റ് ആണ്. നിങ്ങൾ വിജയെ പ്രഖ്യാപിക്കും. പിന്നെ രണ്ടാമത് പിന്നെ ആരാണ്? അതെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് നിങ്ങൾ കമന്റിലൂടെ നിങ്ങൾ പ്രഖ്യാപിക്കും. നമ്മള് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പൊ നമ്മളിത് സമ്മാനദാനമാണ് കേട്ടോ. അപ്പൊ നമ്മളിത് ഇവിടെ സമ്മാനം കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഋഷി സഫാരി തരുന്നൊരു സമ്മാനം. ഓക്കെ, ട്രിപ്പാ. സഫാരി പോ. അടുത്ത ശരത്തിന് പല്ല് വെക്കാൻ ക്ലോസപ്പ്, കോൾഗേറ്റ് പല്ല് വെച്ചിട്ട് പോകോ. ഒരു പാക്കറ്റ് കുടിവെള്ളം സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് പല ഉപകാരമുണ്ട്. ചെറിയൊരു സഞ്ചി റിലയൻസ് മാർട്ടിലാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നൊരു ഫണ്ണി വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ വിജയം നിങ്ങൾ പ്രഖ്യാപിക്കണം ഇല്ലേ? നിങ്ങൾ കമന്റിലൂടെ പറയണം. ഓക്കെ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.